ഹലോ മൈ ഡിയേഴ്സ്. ചില ആളുകളൊക്കെ എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ടിൻ ഫ്ലെയിം ജേണിയിലാണെങ്കിൽ ഇന്നർ വർക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എനിക്ക് ഇന്നർ വർക്കൊന്നും ചെയ്യാൻ തോന്നുന്നില്ല, ഒരു താല്പര്യമില്ല, ഭയങ്കര മടി വരുന്നു. അപ്പം എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇതിനുള്ളൊരു ഉത്തരമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ തരാൻ പോകുന്നത്. ഇന്നർ വർക്ക് എന്നല്ല ഒരു കാര്യവും നിങ്ങൾ ഫോഴ്സുകൂടി നിങ്ങൾക്ക് താല്പര്യമില്ലാതെ ചെയ്യരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ട് കാര്യമില്ല. അപ്പോൾ അതൊരു വേറൊരു തരത്തിലുള്ള ഒരു എനർജിയാണ് നിങ്ങൾക്ക് വരിക. അത് നിങ്ങൾ കൂടുതൽ കാലം മുന്നോട്ട് കൊണ്ടുപോയില്ല. ഇഷ്ടത്തോടെ ചെയ്യുന്ന ഒരു കാര്യം മാത്രമേ സക്സസ്ഫുള്ളി നിങ്ങൾക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റുള്ളൂ. കഷ്ടപ്പെട്ട് ചെയ്യുന്നതിനൊക്കെ അതിൻ്റേതായ മടുപ്പും പ്രശ്നങ്ങളും എപ്പോൾ വേണമെങ്കിലും നിർത്തിപ്പോകാനുള്ള ടെൻഡൻസിയും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇന്നർ വർക്കിലേക്ക് എത്തിയത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സെപ്പറേഷൻ സമയത്ത് എനിക്ക് ആദ്യം തുടക്കത്തിലാണ് ഈ ജേണി തിരിച്ചറിഞ്ഞ ആ ഒരു സമയത്ത് തന്നെ 1-2 ആഴ്ചക്കുള്ളിൽ ഞാൻ ചില വീഡിയോസൊക്കെ കണ്ടിട്ട് എനിക്ക് മനസ്സിലായി ഇത് ഇന്നർ വർക്ക് ചെയ്യണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു കാര്യം, ഒരു മെഡിറ്റേഷൻ പോലും ചെയ്യാനുള്ള താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ എങ്ങനെ അതിനെ ഓവർകം ചെയ്യാം, ഇതിലെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്താലേ ഈ ഒരു പെയിൻ ഓവർകം ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കിയപ്പം കമ്പൽസറി ആയിട്ട് ഞാൻ ചെയ്യാൻ തുടങ്ങിയതാണ്. ഒരു ഇഷ്ടത്തോടും കൂടിയല്ല അത് ഞാൻ ഇന്നർ വർക്ക് ചെയ്തത്. അപ്പം മടിച്ച് ചെയ്യണമല്ലോ വെച്ചിട്ട് നമ്മൾ ഈ ഗുളികയൊക്കെ ഇഷ്ടമില്ലാതെ കഴിക്കില്ലേ, അതുപോലെയൊക്കെ ആയിരുന്നു എൻ്റെ ഒരു സ്റ്റാർട്ടിങ്. പക്ഷേ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം ആ ഒരു വ്യക്തിയെ മറക്കാനായിട്ട് ഇപ്പോൾ ഇത് ചെയ്താൽ മറക്കാൻ പറ്റും, അല്ലെങ്കിൽ ആ വ്യക്തി തിരിച്ചു വരുമോ, എന്തെങ്കിലും ഒന്നുകൂടെ സംഭവിക്കും എന്നുള്ള പ്രതീക്ഷപ്പുറത്ത് മാത്രമാണ് ഞാൻ ഇന്നർ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. 2 ആഴ്ച കഴിയുമ്പോഴത്തേക്കും എനിക്ക് ആ ചെയ്ത കാര്യങ്ങളെ എനിക്കതൊരു കുറച്ചൊക്കെ ഒന്നൊരു ഹാബിറ്റായിട്ട് വരാൻ തുടങ്ങി, അതൊന്ന് ശീലമായി വരാൻ തുടങ്ങി. അങ്ങനെ പതിയെ ആ ഇന്നർ വർക്കിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. പിന്നെ ഒരു 3 ആഴ്ചയ്ക്ക് ശേഷം ഒരു ദിവസം അത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നപ്പോൾ, ചില സിറ്റുവേഷൻ കാരണം ബ്രേക്ക് ചെയ്യേണ്ടി വന്നപ്പോഴാണ് ഞാൻ ആ ചെയ്തുകൊണ്ടിരുന്നതിനെ എത്രത്തോളം ഇഷ്ടപ്പെട്ടിരുന്നു എന്നൊക്കെ മനസ്സിലാക്കിയത്. അതിൽ നിന്ന് എനിക്ക് കുറച്ചെങ്കിലൊക്കെ ഒരു ആശ്വാസം ഉണ്ടാവുന്നുണ്ടായിരുന്നു എന്നൊക്കെ മനസ്സിലാക്കിയത്. അങ്ങനെ ഞാൻ വീണ്ടും വളരെയധികം ഇഷ്ടത്തോടു കൂടി കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങി. കാരണം എനിക്കിത് എഫക്റ്റീവ് ആകുന്നുണ്ട് എന്ന് മനസ്സിലായപ്പോഴാണ് എനിക്ക് ശരിക്കും ഇതിനെ ഇഷ്ടപ്പെടാനും തുടരാനൊക്കെ തോന്നിയത് എന്നുള്ളതാണ്. പിന്നെ ഏതോ ഒരു മൊമെൻറ്റിൽ ഇതിനെ കൊണ്ടുള്ള ഒരു യൂസ്, എനിക്ക് കിട്ടിയ ഒരു ഇന്നർ സ്ട്രെങ്ത് പതുക്കെ ബിൽഡ് ആവുന്നതൊക്കെ കണ്ടിട്ട് ഞാൻ അതിനെ താല്പര്യത്തോടു കൂടി ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. അത് ചെയ്യാതിരിക്കുമ്പോൾ 1 ആഴ്ച 2 ആഴ്ച കഴിയുമ്പോഴൊക്കെ ഉള്ള ഒരു പ്രയാസം മനസ്സിലാക്കിയിട്ട് വീണ്ടും ഞാൻ ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ അതിൻ്റെ എന്ത് കാര്യവും അങ്ങനെയാണല്ലോ. നമ്മളിപ്പോൾ ഒരു ഫുഡ് കഴിക്കുകയാണെങ്കിലും അതിൻ്റെ ഒരു പോഷകവും ബെനിഫിറ്റൊക്കെ അറിഞ്ഞുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള ടേസ്റ്റിൽ, ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആയിരിക്കും ഇഷ്ടം അല്ലേ. അപ്പം അതുപോലെയൊക്കെ ആണെങ്കിലാണ് നമ്മൾ കഴിക്കുക. അതല്ലാതെ ഒരു കാര്യം നമ്മളെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുമ്പോൾ, അതല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഇത് നിർബന്ധപൂർവ്വം ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാകില്ല എന്നുള്ളതാണ്. എന്ന് ഇതിൻ്റെ യൂസ് അതല്ലെങ്കിൽ ഇതുകൊണ്ടുണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ മനസ്സിലാക്കി ഇഷ്ടപ്പെട്ട് ചെയ്യുന്നു അന്ന് മാത്രം ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതല്ലാതെ ഇത് ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളൊരു പേടി എന്ന ഫിയർ ഇഷ്യൂ കാരണം ഒരിക്കലും ഇന്നർ വർക്ക് ചെയ്യരുത്. ചെയ്യാൻ തോന്നുന്നില്ലെങ്കിൽ ചെയ്യണ്ട. ചില ആളുകളൊക്കെയും ഈ ടിൻ ഫ്ലെയിം ജേണിയിലാണെന്ന് കരുതുക മാത്രമാണ് ചെയ്യുന്നത്. ശരിയായിട്ടുള്ള ജേണിയിലായിരിക്കണം എന്നില്ല. പക്ഷെ അവർക്കും ഹീലിംഗ് ചെയ്യേണ്ട ആവശ്യകത ഉണ്ടാവും. ഏതെങ്കിലും സോളിനോടുള്ള അറ്റാച്ച്മെൻറ്റ് ഇഷ്യൂസും അവനവൻ്റെ ഉള്ളിലുള്ള അബാൻഡൻമെൻറ്റ്, റിജക്ഷൻ തുടങ്ങിയ വൂണ്ടുകളും ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ ഇന്നർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ വീഡിയോസ് കാണുന്നതും ഹീലിംഗ് എടുക്കുന്നതൊന്നും ഇൻ കേസ് ഈ ജേണിയിലല്ലെങ്കിൽ കൂടി ഒരു പ്രശ്നമില്ല. പക്ഷേ ഈ ജേണിക്ക് ഒരു ഫിസിക്കൽ യൂണിയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിസമാപ്തി ഉണ്ട് എന്ന് വിശ്വസിച്ച് അതിനുവേണ്ടി എഫേർട്ട് എടുക്കുന്നതിൽ മാത്രമേ നമുക്കൊരു വിഷയമുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, ഒന്നിനു വേണ്ടിയും ആവരുത്. നമ്മുടെ ഒരു കർമ്മം നമ്മൾ ചെയ്യുക, അതിൻ്റെ റിസൾട്ട് ദൈവം തരുന്നത് എന്താണോ അത് സ്വീകരിക്കുക എന്നുള്ള രീതിയിൽ നമുക്ക് ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു പോകുന്നു. ആ ഒരു രീതിയിൽ മാത്രം ഇതിനെ അപ്രോച്ച് ചെയ്തുകൊണ്ട് താല്പര്യത്തോടു കൂടി ചെയ്യുന്നവർ മാത്രം ചെയ്യുക. ഇനി അതല്ല, നിങ്ങൾക്കൊരു പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു മെത്തേഡുണ്ട്, നിങ്ങൾ വേറെ ഏതെങ്കിലും രീതിയിലാണ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഒരു സോളിൻ്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ഫ്രീഡം ആൻഡ് വിസ്ഡമാണല്ലേ. അപ്പോൾ ഇതിന് ഈ രീതിയിൽ തന്നെ ചെയ്യാവൂ. അങ്ങനത്തെ പ്രത്യേകമായിട്ടുള്ള നിയമങ്ങൾ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. എങ്ങനെയായാലും നിങ്ങൾ ഹീലാവണം എന്നുള്ളതാണ്. അപ്പോൾ ഡിയേഴ്സ്, ഞാനൊരു സ്പിരിച്വൽ ഹീലർ
മാത്രമല്ല കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് കൂടിയാണ്. അപ്പോൾ സൈക്കോളജി ബേസ്ഡ് ആയിട്ടുള്ള ഇന്നർ ചൈൽഡ് ഹീലിംഗ് ആണ് നമ്മുടെ ചാനലിലെ ഹീലിംഗ് എടുക്കുന്നവർക്കൊക്കെ കൊടുക്കാറുള്ളത്. അതിൻ്റെ കൂടെ സ്പിരിച്വൽ കാര്യങ്ങളും കൂടി ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ട്വിൻ ഫ്ലെയിം ജേണിയിൽ എൻ്റെ കാർമിക് ക്ലിയറൻസ് നടക്കുന്നതിനും എൻ്റെ ഒരു സെൽഫ് ഗ്രോത്തിനും ഒക്കെ കൂടി വേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്ത എൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷന് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഹീലിങ്ങുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിൻ്റെ ക്ലാസ്സുകളുണ്ട്. അപ്പം അത് 3 തരത്തിലുള്ള ആളുകൾക്കാണ് ഇത് പ്രയോജനപ്പെടുത്താൻ കഴിയുക. ഒന്നാമതായിട്ട് നിങ്ങൾക്ക് കരിയർ ഇഷ്യൂസ്, മണി ബ്ലോക്കേജസ് ഒക്കെ ഉണ്ട്, ഈ വലിയൊരു പേയ്മെൻറ്റ് കൊടുത്ത് ഹീലിംഗ് ജേണി ചെയ്യാൻ കഴിയില്ല, എന്നാൽ ഹീലിംഗ് ഗൈഡൻസ് അറ്റൻഡ് ചെയ്യണം എന്നുള്ളവർക്ക് മന്ത്ലി വളരെ കുറഞ്ഞ പേയ്മെൻറ്റോട് കൂടിയിട്ട് ഇപ്പോൾ പുതിയ ഒരു രീതിയിൽ നമ്മൾ കോഴ്സുകൾ കൊടുക്കുന്നുണ്ട്. അത് വളരെ മിതമായ നിരക്കിൽ നിങ്ങൾക്ക് അതിനെ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഇനി മറ്റൊരു കൂട്ടർക്ക് ഡെയിലി ഒരു മോട്ടിവേഷൻ കിട്ടണം, അല്ലെങ്കിൽ ഡെയിലി ഒരാളുടെ ഗൈഡൻസ് വേണം, ഒന്ന് ബാക്കിൽ നിന്ന് ഒരു പ്രോത്സാഹനം ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യുമായിരുന്നു എന്നൊക്കെ തോന്നുന്നവരുണ്ടല്ലോ, അങ്ങനത്തെ ആളുകൾക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതിൻ്റെ സ്കീമൊക്കെ അന്വേഷിച്ച് ഇന്നർ ഹീലിംഗ് ജേണി തിരഞ്ഞെടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി 2-3 കാര്യങ്ങളും കൂടി തുടർന്നുള്ള വീഡിയോയിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഹീലിംഗുമായി ബന്ധപ്പെട്ടുള്ള ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഹീലിംഗുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നമുക്കിനി വീഡിയോസിലൂടെ ഞാൻ റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ ഹീലിംഗ് എടുക്കാനും കൂടാതെ ആകാശിക് റെക്കോർഡ് റീഡിങ് എടുക്കാനും പേഴ്സണൽ ഗൈഡൻസിനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക്